സാറേ, നവംബറിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, സ്ഥാനാർത്ഥികളായി വരുന്ന നിലവിലെ പ്രസിഡന്റായ ജോ ബൈഡനും അതുപോലെ തന്നെ ട്രംപും ആയിരിക്കും. പക്ഷേ ജോ ബൈഡനും ട്രംപും തമ്മിലുണ്ടായ ഒരു ടെലിവിഷൻ സംവാദത്തിൽ ബൈഡൻ്റെ കുറേ ന്യൂനതകളൊക്കെ കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ബൈഡൻ മാറി നിൽക്കട്ടെ, വേണമെങ്കിൽ കമലാ ഹാരിസ് വരട്ടെ എന്നൊക്കെ അഭ്യൂഹങ്ങൾ പരക്കുന്നു. പക്ഷേ ബൈഡൻ പറയുന്നു, ഞാൻ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥിയെന്ന്. ദൈവം പറഞ്ഞാൽ ഇനി ഞാൻ മാറുകയുള്ളെന്ന്. എന്തായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇനി നടക്കാനിരിക്കുന്നത്? വാസ്തവത്തിൽ രണ്ടുപേരും പ്രായമായവരാണ്. ബൈഡൻ 81 ഇയേഴ്സ് ഓൾഡാണ്, അതേപോലെ ട്രംപ് 78. അപ്പോൾ രണ്ടുപേർക്കും പ്രായമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർ സംസാരിക്കുമ്പോഴും ഇവർ ടെലിവിഷൻ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ അതിനെ ജെറിയാട്രിക് സർക്കസ് എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ ട്രംപിന് അത്ര പ്രായം അദ്ദേഹത്തെ അത്രയ്ക്ക് ബാധിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. പക്ഷേ ബൈഡൻ്റെ കേസിൽ അങ്ങനെയല്ല. സംസാരിക്കുമ്പോൾ എപ്പോഴും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പം എന്നുള്ളത് ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഈയിടെ ടെലിവിഷനിൽ ഇവർ രണ്ടുപേരും കൂടി ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അത് അമേരിക്ക മുഴുവനും, ഒരുപക്ഷെ ലോകം മുഴുവനും അത് ടെലിവൈസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനെപ്പറ്റി ചില ക്രിട്ടിക്സ് പറഞ്ഞിരിക്കുന്നത് ജോ ഫംബിൾസ്, സ്റ്റംബിൾസ്, റാംബിൾസ് ആൻഡ് ഫർഗറ്റ്സ് എന്നാണ്. അതായത് റാംബിൾ എന്ന് പറയുമ്പോൾ കാട് കയറി പോവുക, ഫർഗറ്റ്സ് മറക്കുന്നു. അപ്പോൾ ഇതാണ് പ്രശ്നം. ഈ ബൈഡൻ സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് കയറി പോകുന്നുണ്ട്, പിന്നെ പറഞ്ഞ കാര്യം മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ട് അല്പം ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇതിനെ പറ്റിയാണ് പറയുന്നത്, എന്താ പറയണമെന്നൊരു പിടിയില്ലാത്ത പോലെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് തന്നെ ആകെ അങ്കലാപ്പാണ്. മാന്യനായ ഒരു വ്യക്തി, തങ്കപ്പെട്ട വ്യക്തി, ലോകം മുഴുവനും ബഹുമാനിക്കുന്ന വ്യക്തി അദ്ദേഹത്തോട് എങ്ങനെ പറയും മാറിയേക്കാനായിട്ട്? നിങ്ങളിനി മത്സരിക്കേണ്ടെന്ന് പറയാനൊരു മടി പാർട്ടിക്കാർക്ക്. മാത്രമല്ല, കുറേ നാളായിട്ട് അവരുടെ നേതാവാണ്. വൈസ് പ്രസിഡൻ്റായിട്ടും സേവനം നടത്തിയിട്ടുണ്ട്, പ്രസിഡൻ്റായിട്ടും സേവനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇവരുടെ എല്ലാവരുടെയും ഏറ്റവും സീനിയർ ലീഡർ എന്ന് പറയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് എങ്ങനെയാണ് നിങ്ങൾ മാറിയിരിക്കുന്നത് പറയുന്നത്? അതാണ് ഡെമോക്രാറ്റിക് പാർട്ടിയെ ബാധിച്ചിട്ടുള്ള പ്രശ്നം. ഈ പാർട്ടിയുടെ നേതാവ് മാത്രമല്ലല്ലോ, ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിരിക്കും. അതെ, തീർച്ചയായിട്ടും. അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയൂല്ലോ, അമേരിക്ക ലോക പോലീസ് എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ. അത് അൺഒഫീഷ്യലായിട്ടോ ഇൻഫോർമലായിട്ടൊക്കെ പറയുന്നതായിരിക്കാം. പക്ഷേ അതിൽ കുറച്ച് സത്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ യുക്രൈനിൽ കയറി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞിരുന്നത് 2 മണിക്കൂറിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ കൂടിയ രണ്ടാഴ്ചയ്ക്ക് അപ്പുറം ആരും ഈ യുദ്ധത്തിന് ആയുസ് കൽപ്പിച്ചിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് യുക്രൈൻ ഇതിൽ പിടിച്ചു നിൽക്കുന്നത്? ഈ വരുന്നത് മുഴുവനും അമേരിക്കയും സഖ്യശക്തികളുടെയും കഴിവുകൊണ്ടാണ് യുക്രൈൻ പിടിച്ചു നിൽക്കുന്നത്. അതേപോലെ മിഡിൽ ഈസ്റ്റ് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഗാസ നടക്കുന്നുണ്ട്, ഇസ്രായേൽ പ്രശ്നം മറ്റതൊക്കെ ഉണ്ട്. ഇതൊക്കെ പിടിച്ചു നിർത്തുന്നത് അമേരിക്കയാണ്. ഒരു സംഘർഷം ഉണ്ടാക്കി ഇങ്ങനെ നിർത്തുകയാണല്ലേ? സംഘർഷം ഉണ്ടാക്കിയാലും അതായത് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പോലെ വേറെ ഒരു രാജ്യത്തിന് അത്രയും കഴിവുണ്ടായിരുന്നവരുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്ന ആൾക്ക് നല്ല വെളിവും സുബോധമൊക്കെ ഉണ്ടായിരിക്കണം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. അതെ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മറക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മറന്നു പോകുന്നു. പറയുന്നതിലാണെങ്കിൽ അത് ചില സമയത്ത് കാട് കയറി പോകുന്ന പോലെ ഒരു സ്വഭാവം കാണിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ ഡെമോക്രാറ്റിക് പാർട്ടി ആകെ പേടിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഡൊണാൾഡ് ട്രംപായിട്ട് ഈയിടെ നടത്തിയ ടെലിവിഷനിൽ നടത്തിയ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ, ആ ഡിബേറ്റ് ഒരു 90 മിനിറ്റ്സിൻ്റെ ഡിബേറ്റായിരുന്നു. ആ ഡിബേറ്റ് കഴിഞ്ഞ പാടെ അദ്ദേഹത്തിൻ്റെ ഈ പോപ്പുലാരിറ്റി ചാർട്ടിൽ 6% പോയിൻറ്റ്സ് കുറവെന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വക സംഭവങ്ങളൊക്കെ ഡെമോക്രാറ്റിക് പാർട്ടി ആകെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനത്തെ സാഹചര്യത്തിൽ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നല്ല വാക്കൊക്കെ പറഞ്ഞ് ഭംഗിയായിട്ടൊന്ന് പറഞ്ഞ് സോപ്പിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് പലരും ആ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ അവരോട് ട്രംപിൻ്റെ കാര്യമൊക്കെ പറയും. ട്രംപിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഓവർവെൽമിങ് ഫേവറേറ്റ്, അദ്ദേഹമായിരിക്കും പ്രസിഡന്റ്. അപ്പോൾ അങ്ങപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടണോ എന്നൊക്കെ പറഞ്ഞ് ചിലർ ചോദിക്കും. പിന്നെ ചിലർ പറയും ഇടയ്ക്കൊക്കെ ഹെൽത്ത് ടെസ്റ്റ് ഒന്ന് നടത്തിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ പറയും, അല്ല, കോഗ്നിറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ചെറുതായിട്ടൊക്കെ ആരോഗ്യത്തെ പറ്റിയൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാ ദിവസവും ഉള്ള ടെസ്റ്റാണ്. പിന്നെ അത് വകവയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. പിന്നെ ചിലർ പറയും യങ്ങർ ജനറേഷൻ ഒന്ന് മാറിക്കൊടുത്തൂടെ.
കാരണം ഇപ്പോൾ 81 ഇയേഴ്സ് ഓൾഡായല്ലോ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് യങ്ങർ ജനറേഷനെ പറ്റി എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡെമോക്രാറ്റിക്കിൻ്റെ തന്നെ കുറേ ഗവർണർമാരൊക്കെ ഈ ബൈഡനുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തി അല്ലേ ചില. അപ്പോൾ അവരുടെ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരുപക്ഷെ കമലാ ഹാരിസിനെ പ്രവേശിപ്പിക്കുമോ അല്ലെ രംഗത്തേക്ക് കൊണ്ടുവരുമെന്നൊരു സംശയമില്ലേ? കമലാ ഹാരിസിനെ കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട് പാർട്ടിക്ക്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയിട്ട് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കില്ല. അദ്ദേഹം തന്നെ മാറാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ അദ്ദേഹത്തെ പുറത്താക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്രയും നല്ലൊരു മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യൻ, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ അങ്ങനെ വേറെ രീതിയിൽ പെരുമാറും എന്നൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ട്രംപ് വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദൈവം പറഞ്ഞാൽ ഞാൻ പിന്മാറാം, ബൈഡൻ പറയുന്നത്, ഈ ബൈഡൻ പറയുന്നത്, സോറി ട്രംപ് എന്ന് ഞാൻ പറഞ്ഞു, സോറി ബൈഡൻ പറയുന്നത് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്മാറാം, ഇതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതിന് വേറൊരു ന്യായീകരണം പറയും. ഞാൻ ചെയ്യുന്നതിൽ എന്താ കുഴപ്പമുള്ളത്, എനിക്ക് എന്തിൻ്റെ കുറവുള്ളത്, മാത്രമല്ല ഇപ്പം മിഡിൽ ഈസ്റ്റിൽ പീസ് പ്ലാൻ കൊണ്ടുവന്നത് ആരാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ കൺട്രോൾ ചെയ്യുന്നില്ലേ, പിന്നെ നെയ്റ്റോ അല്പം വീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു, മാത്രമല്ല ഡൊണാൾഡ് ട്രംപിന് നെയ്റ്റോ ഫോഴ്സസിന് അത്ര വിശ്വാസമില്ലായിരുന്നു മറ്റ് കൺട്രീസിന്, പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നെയ്റ്റോയുടെ റെസ്പെക്റ്റും ക്രെഡിബിലിറ്റിയൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് കഴിഞ്ഞില്ലേ, പിന്നെ ഇവിടുത്തെ എക്കോണമി സാമ്പത്തികമായിട്ട് ഇപ്പം നമ്മൾ നല്ല നിലയിലേക്ക് എത്തിയില്ലേ, ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ആരാ, ഞാനല്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി ആകെ അന്താളിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യും എന്ന് ഒരു പിടിയില്ലാത്ത അവസ്ഥയാണ്. കാരണം ഈ ടെലിവിഷനിൽ വരുന്ന ഡിബേറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ചാർട്ടിൽ ഇടിവ് വരികയാണ്. അദ്ദേഹത്തോട് ചിലർക്കൊക്കെ പറയണം എന്നുണ്ട്, ഇങ്ങനെ കമലാ ഹാരിസ് നോക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും അദ്ദേഹം പറയുന്നത് നിങ്ങളെന്തിനാ ഈ ടെലിവിഷനിൽ ഇൻ്റർവ്യൂവിനെ പറ്റിയൊക്കെ ഇത്ര വറി ചെയ്യേണ്ട കാര്യം എന്താണുള്ളത്, അല്പം ഞാൻ അതിലൊരു ഫെയിലിയർ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടായിരിക്കാം. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് എക്സോഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ. അതായത് എനിക്ക് അല്പം ക്ഷീണമുണ്ടായിരുന്നു, കൂട്ടത്തിൽ എൻ്റെ ശ്രദ്ധ ഒന്ന് പതറിപ്പോയി, അതുകൊണ്ട് സംഭവിച്ച ചില പ്രശ്നങ്ങളാണ്, ഇത്രയേ ഉള്ളൂ, നിങ്ങളൊന്നും പേടിക്കണ്ട, ഇലക്ഷൻ നന്നായിട്ട് നടന്നോട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ജനം ഇന്ന് കണക്കാക്കുന്നത് എന്തായാലും ട്രംപ് തന്നെ വരും എന്നുള്ള രീതിയിലാണ് ജനം കാണുന്നത്. കാരണം ട്രംപിന് 78 ഉണ്ട്, നല്ല പ്രായമുണ്ടെങ്കിലും അദ്ദേഹത്തിന് എപ്പോഴും ഓർമ്മയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അതിൽ കോൺസെൻട്രേഷനൊന്നും വീഴ്ച വന്നിട്ടില്ല. ഈ ബൈഡൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് കാട് കയറി മറ്റൊരു സബ്ജക്റ്റിലേക്ക് പോകുന്നു, പിന്നെ സംസാരിക്കാൻ പറ്റാതെ നിൽക്കുന്ന കുറച്ച് സംഭവം. അപ്പോൾ അത് പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ. അപ്പോൾ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ ഈ പാർട്ടി ഒരു റീതിങ്കിങ്ങിലേക്ക് പോകുന്നത് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല, അവരൊരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. മാത്രമല്ല വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടെ അദ്ദേഹം നടത്തിയൊരു പ്രഖ്യാപനമാണ്, ഞാൻ ആണ് അമേരിക്കൻ വനിത പ്രസിഡന്റിൻ്റെ, കറുത്ത വനിതാ പ്രസിഡന്റിൻ്റെ കൂടെ ആദ്യം വർക്ക് ചെയ്തിരിക്കുന്നത് ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കറുത്ത പ്രസിഡന്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ഒബാമയാണ്, പക്ഷേ അദ്ദേഹം വനിതയല്ലല്ലോ. പക്ഷേ കറുത്ത വനിതാ പ്രസിഡന്റിൻ്റെ കൂടെയാണ് ഞാൻ പലപ്പോഴും വർക്ക് ചെയ്തിരുന്നത്, എനിക്ക് എക്സ്പീരിയൻസ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ കമലാ ഹാരിസ് ആണ് ഇദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രോബ്ലി അവരുടെ കളറിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടാണോ എന്ന് പറഞ്ഞൂടാ. ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ അത് ജനങ്ങൾ മനസ്സിലാക്കുകയും അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ, ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ ഈ മാനസികാവസ്ഥയിലുള്ള ഒരാൾ വന്നാൽ മതിയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക്. അതേസമയം വളരെ ഡീസൻ്റായിട്ടും ഡിഗ്നിഫൈഡായിട്ടും വേദനിപ്പിക്കാതെയൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് അവരുടെ ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ കാഴ്ചപ്പാടനുസരിച്ച് ട്രംപും ബൈഡനും കൂടി മത്സരിച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷനിൽ ശരിക്കും ഓർമ്മയും സുബോധമൊക്കെയുള്ള ട്രംപിനെ കൊണ്ടുവരാനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഗവർണർമാർ ഈ ബൈഡൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് മയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന സംസാരിക്കുന്ന കാര്യം ഇപ്പം താങ്കൾ ഒന്ന് തൽക്കാലത്തേക്ക് മാറുകയാണെങ്കിൽ വേണ്ട കമലാ ഹാരിസിനെ കൊണ്ടുവരാം, ഇനി അതല്ല ബറാക്ക് ഒബാമയെ തന്നെ വേണമെങ്കിൽ കൊണ്ടുവരാം, അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അനുനയത്തിലേക്ക് അദ്ദേഹം നീങ്ങുമോ? കാരണം നമുക്കറിയാം ഒരു മനുഷ്യൻ പ്രായം കൂടുന്തോറും അധികാരത്തിലിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വാശിയും കൂടും, അത്തരം ഒരു നിലപാടായിരിക്കില്ല. അതെ അതെ. അപ്പോൾ ഈ ചിലർ പറയില്ലേ എനിക്ക് ഇത്രയും പ്രായം, ഇനി എൻ്റെ പ്രായം മാറ്റാൻ, എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല
പറ്റില്ല എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം. പക്ഷെ ആള് വളരെ ജെന്റിൽമാൻ, തങ്കപ്പെട്ട മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ യങ്ങർ ജനറേഷൻ എന്നുള്ള വാക്ക് എപ്പോഴും അവിടെ പ്രയോഗിക്കുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നിടത്തൊക്കെ യങ്ങർ ജനറേഷൻ കൊണ്ടുവരുന്നുണ്ട്. ഒബാമയ്ക്ക് പക്ഷേ ഇനി മത്സരിക്കാൻ പറ്റില്ല, കാരണം ഹി ഹാസ് കംപ്ലീറ്റഡ് 8 years. അത് അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് അത് നല്ല ശ്രദ്ധാപൂർവം ചെയ്ത് എന്ത് സംഭവിച്ചാലും ഈ 2 ടൈംസ് അല്ലെങ്കിൽ 8 വർഷത്തിൽ കൂടുതൽ ഒരാൾ വരാൻ പാടില്ല. കാരണം അതാണ് അമേരിക്കയുടെ ശക്തി. കാരണം ഏത് രാജ്യത്തായി കഴിഞ്ഞാലും ഒരാൾ അങ്ങനെ അങ്ങോട്ട് നിലനിന്ന് പോയി കുറേ വർഷം കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി പണ്ട് ഭരണഘടന മാറ്റാനൊക്കെ ശ്രമിച്ച പോലെ ചില പ്രശ്നങ്ങളൊക്കെ വരും. ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേറെ ചില പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അമേരിക്കയിൽ ഒരിക്കലും 8 ടൈംസ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യം മുന്നിൽ കാണുമ്പോൾ ലോകരാജ്യങ്ങൾ ഏറെ ശ്രദ്ധയോടായിരിക്കത്തില്ലേ അമേരിക്കയുടെ ഒരു നിലപാടിനെ കാണുന്നത്? അപ്പോൾ ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പ്, ഇത്രയും വലിയ പദവിയിലേക്ക് എത്തുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ ഇടിച്ചു കയറാൻ ഈ ട്രംപിന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ലോക ജനതയുടെ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളുടെ സപ്പോർട്ട് ട്രംപിനായിരിക്കുമോ? ലോക രാജ്യങ്ങളുടെ സപ്പോർട്ട് എന്നല്ല, പൊതുവിൽ എല്ലാവരും ഇപ്പോൾ ഓർമ്മയ്ക്കൊക്കെ പ്രശ്നം വന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ല ഓർമ്മയുള്ള ആൾ വരണം എന്ന് എല്ലാവരും അതേ ആഗ്രഹിക്കുള്ളൂ. കാരണം എന്തെല്ലാം ഉത്തരവാദിത്വം, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, യുക്രൈൻ്റെ കേസുണ്ട്, മിഡിൽ ഈസ്റ്റിൽ ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെ കേസുണ്ട്. അതുകൂടാതെ ന്യൂക്ലിയർ ബട്ടൺ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. അതായത് ഈ പ്രസിഡന്റ് എപ്പോൾ വേണമെങ്കിലും ഒരു ന്യൂക്ലിയർ ബട്ടൺ, അതായത് ഒരു ന്യൂക്ലിയർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ ന്യൂക്ലിയർ ബട്ടൺ ഓൺ ചെയ്യാനുള്ള ഓർഡർ കൊടുക്കേണ്ടത് പ്രസിഡന്റാണ്. അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്തത്തിലൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഓർമ്മയിലൊക്കെ പെശക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. അദ്ദേഹത്തെ വേദനിപ്പിക്കാതെയും അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ മുറിപ്പെടുത്താതെയും എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി. ഈ ബൈഡൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഭരണകാലത്ത് കറുത്ത വർഗ്ഗക്കാരിയെ വനിതാ പ്രസിഡൻ്റാക്കി, വൈസ് പ്രസിഡൻ്റാക്കി, അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരിയെ സുപ്രീം കോടതിയുടെ തലപ്പത്തേക്ക് എത്തിച്ചു, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഈ ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമയെ രംഗത്തേക്ക് ഇറക്കി ഈ ഒരു ഒന്ന് അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമം പാർട്ടിക്കാർ നടത്തിക്കൂടെ? അല്ല, മിഷേൽ ഒബാമയുടെയൊക്കെ പേര് പറയുന്നുണ്ട്, പക്ഷേ ഏറ്റവും സാധ്യതയുള്ളത് കമല ഹാരിസിനാണ് എന്തെങ്കിലും ഒരു സാധ്യത വരാണെങ്കിലുള്ളത്. പക്ഷേ അതിപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇവർ ഡെമോക്രാറ്റിക് പാർട്ടി വിഷമിച്ചേക്കാണ്. അതാണ് ഇപ്പോഴത്തെ അമേരിക്കയിലെ അവസ്ഥ. ഈ ട്രംപ് കഴിഞ്ഞ തവണ ഒരു പ്രസംഗത്തിൽ, ടെലിവിഷൻ അഭിമുഖത്തിൽ ഈ കറുത്ത വർഗ്ഗക്കാരെ കുറിച്ചൊക്കെ മോശമായി സംസാരിച്ചു, അത് ഒരു വർഗീയമായി ചേരിതിരിവിന് ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ബൈഡൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ബൈഡൻ തനിക്ക് ഓർമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ട്രംപ് അതല്ല ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം ചേരിതിരിവിന് ശ്രമിക്കും, ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ മുന്നോട്ട് വെച്ചൊന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഈ വിമർശനം വന്ന സമയത്ത് തന്നെ, അതായത് ബൈഡൻ ചില കാര്യങ്ങളൊക്കെ മറന്നുപോയെന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മ പെശക് കൊണ്ടൊന്നുമല്ല, അദ്ദേഹം അടിച്ചുവിടാണ്. എന്തുവായാലും അതെ, രണ്ടാമതൊന്നും ആലോചിക്കാതെ ആളെ അടിച്ചുവിടാണ്. അപ്പോൾ അതിൻ്റെ ഫാക്ട് ചെക്കിങ് നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ പലതും സത്യമല്ല എന്ന് ജനം കണ്ടെത്തി. അങ്ങനെ കുറേ അദ്ദേഹം പറഞ്ഞതിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഫാക്ച്വലി കറക്റ്റ് അല്ല. ഈ ബൈഡന് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ഓർമ്മയുടെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്ന, പക്ഷേ ട്രംപിന് അങ്ങനെയൊന്നുമില്ല. വായിലെന്ത് വരുന്നോ അത് അപ്പം തന്നെ അങ്ങ് അടിച്ചുവിടും. പിന്നെ എന്താ പറഞ്ഞതെന്ന് കുറേ സമയം കഴിഞ്ഞിട്ട് ആലോചിക്കുള്ളൂ, വീട്ടിൽ ചെന്നിട്ടൊക്കെ ആലോചിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിലപാടുമായിട്ട് അമേരിക്ക മുന്നേറുമ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് 2 പാർട്ടികൾക്ക് ഒരു വലിയ കീറാമുട്ടിയാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതെ, ആ സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. അല്ല, എല്ലാവരും ഇപ്പോൾ പറയുന്ന ഈ ഇലക്ഷൻ്റെ റിസൾട്ടിനെ പറ്റി പൊതുവിലുള്ള എല്ലാവരുടെയും സംശയരഹിതമായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും ട്രംപായിരിക്കും ജയിക്കുന്നത് എന്നുള്ളതാണ്. ബൈഡനോട് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും മാനസികാവസ്ഥയൊക്കെ പരിഗണിച്ച് ഇപ്പോൾ ആൾക്കാർക്ക് ട്രംപിനോടായി താല്പര്യം. ബൈഡൻ അന്ന് പറഞ്ഞത്, എനിക്ക് ആ ഒരു സന്ദർഭത്തിൽ, അതായത് ആ ടെലിവിഷൻ സംവാദത്തിനിടയിൽ ഞാൻ പെട്ടെന്ന് അവശനായിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയാതെ വന്നു, എനിക്ക് ആരോഗ്യപരമായിട്ട് അന്നേരം ഒരു ചെറിയ പ്രശ്നമാണ്, ഇപ്പം ഞാൻ ഓക്കെയാണ്, അങ്ങനെ പറഞ്ഞാൽ ജനങ്ങളത് അംഗീകരിക്കുമോ? ഇല്ല, അത് അംഗീകരിക്കാൻ ആരും തയ്യാറാവുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കേണ്ട അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്തായാലും നവംബർ നടക്കുകയാണ്. അപ്പം ഈ പറയുന്ന ജോ ബൈഡന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.